അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ഈ ഒരു വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഴക്കൂമ്പിന്റെ പുറമേ ഉള്ള ആ ഒരു ആദ്യത്തെ കുറേ ഭാഗങ്ങളൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് അകത്തുനിന്ന് ഒരു 4 ഇതുപോലത്തെ എതിരുകൾ അടർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം അടർത്തിയെടുത്ത് ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ചമ്മന്തി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളത്തിന് തിള വന്നിട്ടുണ്ട്. ആ ഇതിലേക്ക് നമ്മുടെ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൂവില്ലേ, വാഴപ്പൂവിൻ്റെ 4 ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വേറൊരു ഇതിൻ്റെ ഇച്ചിരി മുഴുവൻ ചമ്മന്തിക്ക് ആവശ്യമായ മുഴുവൻ ഉപ്പല്ല, എന്നാൽ പോലും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേ ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ചമ്മന്തി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്യണേ. അപ്പം നമ്മളിവിടെ വാഴപ്പൂ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിക്കാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം, അല്ല സാധാരണ കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിലേക്ക് വറക്കാനായിട്ട് നമ്മൾ കുറച്ച് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പ് വേണമെങ്കിൽ എടുക്കാം, അല്ല സാധാരണ പരിപ്പ് വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ സാധാരണ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതാണ് നമ്മളിനി ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പ് അല്ലെങ്കിൽ സാധാരണ പരിപ്പ് ഏത് വേണേലും ഇട്ട് നമുക്ക് അത് വറുത്തെടുക്കാവേ. അപ്പോൾ ഇത് അത്യാവശ്യം ആകുന്ന സമയത്ത് വേണം നമുക്കിനി നമ്മുടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കാരണം വറ്റൽമുളക് വളരെ വേഗം തന്നെ റെഡിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് റെഡിയായതിനു ശേഷം വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നോക്കിക്കോളാം നമ്മുടെ വാഴപ്പൂ റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചോണം. അതൊരു 5 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ വെന്തതിന് ശേഷം വേണം നമുക്കത് അരയ്ക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ എണ്ണയോടെ തന്നെയാണ് നമ്മൾ കോരി എടുക്കുന്നത്. ഇതിനി തണുത്തിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വാഴപ്പൂ ഒക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ വെള്ളത്തിൽ നിന്നങ്ങ് ഊറ്റി എടുക്കാവേ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് ചമ്മന്തിയാക്കാനായിട്ട്. അപ്പോൾ ചമ്മന്തിയാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ നമുക്ക് ഈ സമയത്ത് തന്നെ റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇനി ചമ്മന്തി അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാഴപ്പൂവ് വെന്തത്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും മറ്റേ ഉഴുന്നുപരിപ്പും മുളകും വറ്റൽമുളകും, പിന്നെ ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഇത് ഒരു ചെറിയ പീസ് നമ്മുടെ പുളിയുണ്ട്, വാളംപുളിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ വേണം, ഒരു 1/2 കപ്പ് 3/4 കപ്പൊക്കെ തേങ്ങയുടെ ആവശ്യമുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ വറുത്ത എണ്ണ നമ്മൾ അതേപോലെ തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഈ ഇതിന് മാത്രമാണല്ലോ നമ്മൾ എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്, ബാക്കിയൊന്നും നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ആ എണ്ണ എല്ലാത്തിനും കൂടെ ഉപയോഗപ്പെടുവേ. ഇനി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒന്ന് അരച്ചെടുക്കാം.
അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ നല്ല റെഡി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാണ് അത് അരച്ചെടുത്തത്. കാരണം നമ്മുടെ ഇതൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണമെങ്കിലൊക്കെ ആയിട്ട് ഒരു സ്വല്പം വെള്ളം വേണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് ഒന്ന് കടുക് താളിച്ചോട്ടിടുകയാണ്. നമ്മളപ്പം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ എണ്ണ തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്കിനി കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചമ്മന്തിയിലേക്ക് നമുക്ക് ഈ കടുക് വറുത്തും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ളൊരു ചമ്മന്തി, അതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കാരണം സാധാരണ നമ്മൾ ഇത് വെച്ചിട്ട് തോരനൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു വാഴക്കൂമ്പിൻ്റെ കുറച്ച് എതിറുകൾ ഉപയോഗിച്ച് നമ്മളൊരു ചമ്മന്തി റെഡിയാക്കിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇനി എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ വാഴക്കൂമ്പൊക്കെ എന്തായാലും കാണും. അപ്പോൾ എന്തായാലും ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരിക്കണം. കാരണം കിട്ടുക്കാച്ച സാധനമാണ്. അപ്പോൾ മറന്നു പോയല്ല ചെയ്യാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന ഈ ചെറിയ ചെറിയ വീഡിയോകളും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പികളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാനും സാധിക്കും. മാത്രമല്ല ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. പിന്നെന്താ മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my